എല്ലാവർക്കും നമസ്കാരം. PSC എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇവിടെ നമ്മൾ ചെയ്യുന്നത് JSAക്ക് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ ആണ്. നമ്മൾ മൈക്രോബയോളജി MCQ പാർട്ട് 2 ആണ് ചെയ്യാൻ പോകുന്നത്. ഇതിൽ സ്റ്റെറിലൈസേഷൻ ആൻഡ് ഡിസിൻഫെക്ഷൻ്റെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള MCQs നോക്കാം. ഒന്നാമത്തെ ചോദ്യം, നെയിം ഓൾ ദ കോമൺ ഫിസിക്കൽ ഏജൻറ്റ്സ് യൂസ്ഡ് ഫോർ സ്റ്റെറിലൈസേഷൻ പ്രോസസ് ഇൻ ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ് സച്ച് ആസ് മൈക്രോബയോളജി ലാബോറട്ടറീസ്, hospitals and biotechnology industries. Options: dry heat, radiation, steam heat, phenols, filtration. ഇതിൽ ചോദിച്ചിരിക്കുന്ന ഫിസിക്കൽ ഏജൻറ്റ്സ് ഏതൊക്കെയാണെന്നാണ് നമ്മൾ സ്റ്റെറിലൈസേഷൻ പ്രോസസ്സ് യൂസ്ഡ് ഇൻ ദ ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ്. ആൻസർ: ഡ്രൈ ഹീറ്റ്, റേഡിയേഷൻ, സ്റ്റീം ഹീറ്റ്, ഫിൽട്രേഷൻ. ഇതൊക്കെയാണ് കോമൺ ആയിട്ടുള്ള ഫിസിക്കൽ ഏജൻറ്റ്സ്. ഇതിനെ കൂടാണ്ട് നമ്മൾ മോയ്സ്ചറേറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഡിഫറെൻറ്റ് ഫിസിക്കൽ ഏജൻറ്റ്സ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഫിനോൾസ് എന്ന് പറയുന്നത് ഒരു കെമിക്കൽ ഏജൻ്റാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ റെക്കമെൻഡഡ് ഹീറ്റ് ടെമ്പറേച്ചർ ആൻഡ് ടൈം പീരീഡ് ഫോർ ദ മോയ്സ്റ്റ് ഹീറ്റ് സ്റ്റെറിലൈസേഷൻ മെത്തേഡ് യൂസ്ഡ് ഇൻ ആൻ ഓട്ടോക്ലേവ്? ഓട്ടോക്ലേവിൽ യൂസ് ചെയ്യുന്ന ടെമ്പറേച്ചർ ടൈം പീരീഡ് ഏതെന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ്: 180°C for 5 minutes, 121°C for 15 minutes, 126°C for 3 minutes, 160°C for 45 minutes. So answer is 121°C for 15 minutes at 15 lbs pressure. So ഇതാണ് ഓട്ടോക്ലേവിൽ യൂസ് ചെയ്തിരിക്കുന്ന ടെമ്പറേച്ചർ ടൈം പീരീഡ്. What is the correct statement for the term bioburden? Bioburden എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ്: the number of microorganisms present on the surface, the bacterial spores present on the surface after the sterilization of the surface, the process of elimination of microorganisms by using physical agents, the aseptic process for the maintenance of the sterility of the surface. Answer is bioburden എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ the number of microorganisms present on the surface ആണ്. Next question, which of the following best describes the process of disinfection? Options: the elimination of all forms of microorganisms and bacterial spores, the elimination of all forms of bacterial spores, the reduction or elimination of microorganisms and bacterial spores, the reduction or elimination of many microorganisms and some bacterial spores. So എന്താണ് disinfection എന്ന term കൊണ്ട് ഉദ്ദേശിക്കുന്നത്? Answer is the reduction or elimination of many microorganisms and some bacterial spores. Name the sterilization agent that is most frequently used in hospitals and clinical laboratories for the heat labile liquid substances or antibiotics. Options: dry heat, radiation, filtration, formaldehyde. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഹീറ്റ് ലബൈൽ ലിക്വിഡ് സബ്സ്റ്റൻസും ആൻറ്റിബയോട്ടിക്സിനും സ്റ്റെറിലൈസ് ചെയ്യാനുള്ള ഏജന്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ആൻസർ ഈസ് ഫിൽട്രേഷൻ. Where should a sterilization indicator placed in an autoclave? Sterilization indicator എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്റ്റെറിലൈസേഷൻ, അതായത് ഇപ്പോൾ ഓട്ടോക്ലേവ് ആണെന്ന് വിചാരിക്കും, അത് പ്രോപ്പറായിട്ട് ഫങ്ഷൻ ആവുന്നുണ്ടോ, എല്ലാ സ്പോർട്സിനെയും കില്ല് ചെയ്യുന്നുണ്ടോ, നന്നായിട്ടത് പ്രോപ്പറായിട്ടുള്ള ടെമ്പറേച്ചർ ടൈമൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാനുള്ള ഒരു ഏജൻ്റാണ് സ്റ്റെറിലൈസേഷൻ ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത്. അതൊന്നുകിൽ ബയോളജിക്കൽ ഇൻഡിക്കേറ്റർ ആവാം, കെമിക്കൽ ആവാം, അല്ലെങ്കിൽ ഫിസിക്കൽ ആവാം. സോ ഈ ഒരു സ്റ്റെറിലൈസേഷൻ ഇൻഡിക്കേറ്റർ നമ്മൾ ഓട്ടോക്ലേവിൽ എവിടെയാണ് വെക്കേണ്ടതെന്നാണ് ചോദ്യം. At the center, options: at the center, close to the lid of the autoclave, sides of the autoclave, anywhere inside the autoclave. Answer is at the center. So where should a sterilization indicator placed in an autoclave? It is at the center. Which of the following is the target microbe in commercial sterilization? Options: Pseudomonas aeruginosa, Bacillus anthracis, Salmonella typhi, Clostridium botulinum. കൊമേഴ്ഷ്യൽ സ്റ്റെറിലൈസേഷനിലാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ക്ലോസ്ട്രീഡിയം ബോട്ടുലിനം. ക്ലോസ്ട്രീഡിയം ബോട്ടുലിനം ആണ് കൊമേഴ്ഷ്യൽ സ്റ്റെറിലൈസേഷൻ്റെ ടാർഗറ്റ് മൈക്രോബ്. നമുക്കതറിയാം, ക്ലോസ്ട്രീഡിയം ബോട്ടുലിനം എന്ന് പറഞ്ഞാൽ ബോട്ടുലിസം കോസ് ചെയ്യുന്ന ഒരു ഫുഡ് ഇൻടോക്സിക്കേഷൻ കോസ് ചെയ്യുന്ന ഒരു മൈക്രോബാണ്. സോ അതാണ് ടാർഗറ്റ് മൈക്രോബ്. ഓക്കെ, കൊമേഴ്ഷ്യൽ സ്റ്റെറിലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ദറ്റ് ഈസ് എ thermal process intended to ensure the safety of shelf-stable food product. Next question. Are these statements about
sterilization true? Statement 1. The sterilization process consists of 3 phases. Statement 2. Phase 2 in the sterilization process is known as holding phase. So, ഈ രണ്ട് സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റ് ആണ്. The sterilization process consists of 3 phases correct ആണ്. Phase 2 in the sterilization process is known as holding phase. ഈ രണ്ട് സ്റ്റേറ്റ്മെൻറ്റും. ഇനി ഇതിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷൻ നോക്കാം. Sterilization process consists of 3 phases. They are heating phase, holding phase, cooling phase. Heating phase എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? The product temperature is increased from the ambient to the required sterilization temperature. നമ്മൾ ഓട്ടോക്ലേവ് എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം 121 ഡിഗ്രി സെൽഷ്യസ് എത്തണം. സോ ഓട്ടോക്ലേവ് ഓൺ ചെയ്ത് കഴിഞ്ഞിട്ട് സോ ആ ഒരു ടെമ്പറേച്ചറാണ് ആ ഒരു പീരീഡാണ് ഹീറ്റിംഗ് ഫേസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഹോൾഡിംഗ് ഫേസ് ബൈ ദ ടെമ്പറേച്ചർ ഈസ് മെയിൻറ്റെയിൻ ഫോർ ദ ഡിഫൈൻഡ് ടൈം. അതായത് 121 ഡിഗ്രി സെൽഷ്യസ് എത്തിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? 15 മിനിറ്റ്സ് നമ്മൾ കീപ്പ് ചെയ്യണം. സോ അതാണ് ഹോൾഡിംഗ് ഫേസ് എന്ന് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് കൂളിംഗ് ഫേസ്. സോ ആ ഒരു ടെമ്പറേച്ചർ ടൈം എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ഓട്ടോക്ലേവ് നമ്മൾ ഓഫ് ചെയ്യും. അതിനുശേഷം അത് കൂളിംഗ് ഫേസിലേക്ക് പോകും. അതായത് എന്നിട്ടാണല്ലോ നമ്മൾ ഓപ്പൺ ചെയ്തിട്ട് എടുക്കേണ്ടത് അതിലുള്ള സാമ്പിൾസ് ഒക്കെ. സോ അതാണ് മൂന്നാമത്തെ ഫേസ്. സോ 3 ഫേസാണ് സ്റ്റെറിലൈസേഷൻ പ്രോസസ്സിനുള്ളത്. ഒന്നാമത്തെ ഹീറ്റിംഗ് ഫേസ്, ഹോൾഡിംഗ് ഫേസ്, കൂളിംഗ് ഫേസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ കറക്റ്റ്? ഇതിൽ 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തത് ലൂയിസ് പാസ്ചർ പാസ്ചറൈസേഷൻ പ്രോസസ്. നെക്സ്റ്റ് ചാൾസ് ചേംബർലാൻഡ് ഫസ്റ്റ് പ്രഷർ സ്റ്റീം സ്റ്റെറിലൈസർ. മൂന്നാമത്തത് നിക്കോളാസ് അപ്പർട്ട് ദ ഫാദർ ഓഫ് ഫുഡ് ടെക്നോളജി. നാലാമത്തത് ക്ലാരൻസ് ബേർഡ്സായി പ്രോസസ്സർ ഫോർ ഫ്രീസിംഗ് ഫിഷ് ബേസ്ഡ് ഓൺ ക്വിക്ക് ഫ്രീസിംഗ്. സോ ഇതിൽ ഏതാണ് കറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൽ 4 കറക്റ്റ് ആൻസേഴ്സ് ആണ്. പാസ്ചറൈസേഷൻ പ്രോസസ്സ് കണ്ടുപിടിച്ചത് ലൂയിസ് പാസ്ചർ ആണ്. അതുപോലെ തന്നെ ഫസ്റ്റ് പ്രഷർ സ്റ്റീം സ്റ്റെറിലൈസർ കണ്ടുപിടിച്ചത് ചാൾസ് ചേംബർലാൻഡ് ആണ്. ഫാദർ ഓഫ് ഫുഡ് ടെക്നോളജി എന്നറിയപ്പെടുന്നത് നിക്കോളാസ് അപ്പേർട്ട് ആണ്. അതുപോലെ തന്നെ ഫ്രീസിംഗ് ഫിഷിന് വേണ്ടിയിട്ടുള്ള ക്വിക്ക് ഫ്രീസിംഗ് ടെക്നിക്ക് കണ്ടുപിടിച്ചത് ആരാണ്? ക്ലാരൻസ് ബേർഡ്സായി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് ദ സ്റ്റെറിലൈസേഷൻ ആർ കറക്റ്റ്? 2 സ്റ്റേറ്റ്മെന്റ് വന്നിട്ടുണ്ട്. ഇത് കറക്റ്റ് ആണോ എന്നാണ് ചോദ്യം. Sterilization is achieved by a heat and chemicals on alone. Okay. Next statement, ultraviolet radiation cannot be used for sterilization. നമുക്കറിയാം ഇത് 2 സ്റ്റേറ്റ്മെന്റും ഫാൾസ് ആണ്. സ്റ്റെറിലൈസേഷൻ ഈസ് അച്ചീവ്ഡ് ബൈ ഹീറ്റ് ആൻഡ് കെമിക്കൽസ് അലോൺ. അത് റോങ് ആണ്. വേറെയും ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. അൾട്രാവയലറ്റ് റേഡിയേഷൻ കനോട്ട് ബി യൂസ്ഡ് എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അൾട്രാവയലറ്റ് റേഡിയേഷൻ സ്റ്റെറിലൈസേഷൻ്റെ മെത്തേഡായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇനി ഒരു ഡിസ്ക്രിപ്ഷൻ കാണാം. സ്റ്റെറിലൈസേഷൻ ക്യാൻ ബി achieved by using irradiation, high pressure, chemicals, chlorine dioxide gas, heat, filtration, ultraviolet radiation. The UV rays, X-rays, gamma rays are exposed on a packed material for sterilization. UV radiation has low penetration power. It is less effective but is safe compared to other rays. നമ്മൾ ഗാമ റേസ് ഒക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ടെക്സ്ചറും ടേസ്റ്റൊക്കെ ചേഞ്ച് ആവുന്നുണ്ട് ഫുഡ് പ്രോഡക്റ്റിൽ. സോ അങ്ങനെ കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ UV റേസ് ആണ് നമ്മൾ കമ്പാരിറ്റീവ്ലി good. Next question, the disinfectant which kills spores with prolonged exposure time 3 to 12 hours are called dash. Chemical sterilants. So chemical sterilants are the disinfectant which kill the spores with prolonged exposure time 3 to 12 hours. Next, the disinfectant that kill all microorganisms except large number of bacterial spores are called dash. It is high level disinfectant. Okay, high level disinfectant എന്താണ്? They kill all the microorganisms except large number of bacterial spores. Spores ഒഴികെ ബാക്കി എല്ലാ മൈക്രോഓർഗാനിസിനെയും കില്ല് ചെയ്യുന്നതാണ് ഹൈ ലെവൽ ഡിസിൻഫെക്റ്റൻറ്റ്. ഇനി എന്താണ് ലോ ലെവൽ ഡിസിൻഫെക്റ്റൻറ്റ്? ദാറ്റ് ക്യാൻ കിൽ മോസ്റ്റ് വെജിറ്റേറ്റീവ് ബാക്ടീരിയ, സം ഫംഗൈ, സം വൈറസസ്. ആൻഡ് ഇന്റർമീഡിയറ്റ് ലെവൽ ഡിസിൻഫെക്റ്റൻസ് എന്താണ്? They kill most mycobacteria, vegetative bacteria, most viruses and most fungi, but do not necessarily kill the bacterial spores. So, ഈ 3 തരത്തിലുള്ള ഡിസിൻഫെക്റ്റൻസ്, ഹൈ ലെവൽ ഡിസിൻഫെക്റ്റൻറ്റ്, ഇന്റർമീഡിയറ്റ് ലെവൽ ഡിസിൻഫെക്റ്റൻറ്റ്, ലോ ലെവൽ ഡിസിൻഫെക്റ്റൻറ്റ്, ഇത് തമ്മിലുള്ള വ്യത്യാസം നോക്കി വയ്ക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡാഷ് ആർ ജെർമിസൈഡ്സ് അപ്ലൈഡ് ടു ലിവിംഗ് ടിഷ്യൂ ആൻഡ് സ്കിൻ ആൻഡ് ഡാഷ് ആർ ആൻറ്റിമൈക്രോബിയൽസ് അപ്ലൈഡ് ഓൺലി ടു ഇൻആനിമേറ്റ് ഒബ്ജക്ട്സ്. Answer is antiseptics. Antiseptics are germicides applied to living tissue and skin, whereas
The disinfectants are antimicrobials applied only to inanimate objects. Next question. Dash is used to sterilize materials like metal wires, forceps tips, and bacteriological loops. So the correct answer is red heat technique. Red heat technique is used to sterilize materials like metal wires, forceps tips, and bacteriological loops. Next question. Question അല്ല ഒരു കുറച്ച് physical methods of sterilization ഏതൊക്കെയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. Sunlight, drying, dry heat, flaming, incineration, hot air, moist heat, filtration. ഇനി കെമിക്കൽ ഏജൻസ് ഏതൊക്കെയാണ്? ആൽക്കഹോൾസിൽ ഈത്തൈൽ ആൽക്കഹോൾ, ഐസോപ്രോപ്പൈൽ, ട്രൈക്ലോറോബ്യൂട്ടനോൾ വരുന്നുണ്ട്. ഇനി ആൽഡിഹൈഡ്സ് ഏതൊക്കെയാണ്? ഫോർമാൽഡിഹൈഡ്, ഗ്ലൂട്രാൽഡിഹൈഡ്. ഡൈസ് യൂസ് ചെയ്യും, ഹാലജൻസ് യൂസ് ചെയ്യും, ഫീനോൾസ് യൂസ് ചെയ്യും, സർഫസ് ആക്റ്റീവ് ഏജൻസ് യൂസ് ചെയ്യും, മെറ്റാലിക് സോൾട്ട്സ് യൂസ് ചെയ്യും. അതുപോലെ ഗ്യാസസിൽ ഏതൊക്കെ യൂസ് ചെയ്യും? എഥിലീൻ ഓക്സൈഡും ഫോർമാൽഡിഹൈഡും ബീറ്റാ പ്രൊപ്പിയോലാക്ടോൺ. ഇത്രയൊക്കെയാണ് കെമിക്കൽ ഏജൻസ്. ജസ്റ്റ് നോക്കി വയ്ക്കുക. Next question. Dash acts by protein denaturation, oxidative damage, and toxic effects of elevated levels of electrolytes. And dash acts by coagulation and denaturation of protein. ഇതിൽ ഡ്രൈ ഹീറ്റ് ആണ്. ഡ്രൈ ഹീറ്റിന്റെ മോഡ് ഓഫ് ആക്ഷൻ ആണ് പറഞ്ഞിരിക്കുന്നത്. They acts by protein denaturation, oxidative damage, and toxic effects of elevated levels of electrolytes. And moist heatന്റെ ആണെങ്കിലോ moist heatന്റെ mode of action coagulation and denaturation of proteins ആണ് വരിക. Next question. Dash is the minimum time required to kill a suspension of organism at a predetermined temperature in a specified environment. Answer. Thermal death time. Thermal death time is the minimum time required to kill a suspension of organism at a predetermined temperature in a specified environment. അടുത്ത ചോദ്യം. Dash is a method of destroying contaminated material by burning them. Answer is incineration. Incineration is a method of destroying contaminated material by burning. Next ചോദ്യം. Hot air oven method was introduced by Dash. Hot air oven method was introduced by Louis Pasteur. So അതിന്റെ കുറച്ച് ഫീച്ചേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. Article to be sterilized are exposed to high temperature, അതായത് 160 degree Celsiusൽ keep ചെയ്യണം for a duration of 1 hour in an electrically heated oven. The heat is transferred to article by radiation, conduction, convection. The oven should be fitted with thermostat control, temperature indicator, and meshed shelves, and must have adequate insulation. Next question. Metallic instruments like forceps, scalpel, scissors, glasswares such as petri dishes, pipettes, flask, or glass syringes, swabs, oils, grease, petroleum jelly, and some pharmaceutical products can be effectively sterilized by Dash. Hot air oven. Next question. Different temperature time relation for holding time for hot air oven are. അതായത് ഹോട്ട് എയർ ഓവനിൽ കറക്റ്റ് സ്റ്റെറിലൈസേഷൻ നടക്കാനുള്ള ടെമ്പറേച്ചർ ടൈം റിലേഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. 50 minutes at 150 degrees Celsius, 60 minutes at 160 degrees Celsius, 40 minutes at 170 degrees Celsius, 20 minutes at 180 degrees Celsius. ഇതിൽ ഏതാണ് ടെമ്പറേച്ചർ ടൈം റിലേഷൻസ്? പ്രോപ്പർ സ്റ്റെറിലൈസേഷൻ ഹോട്ട് എയർ ഓവനിൽ നടക്കണമെങ്കിൽ ഇതിൽ ഏതൊക്കെ ടെമ്പറേച്ചർ ടൈം റിലേഷനാണ് യൂസ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മളിതിൽ 3 എണ്ണം യൂസ് ചെയ്യുന്നുണ്ട്. അതായത് 60 minutes at 160 degrees Celsius, 160 degrees Celsius 1 hour, 170 degrees Celsius 40 minutes, 180 degrees Celsius 20 minutes കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പ്രോപ്പർ സ്റ്റെറിലൈസേഷൻ ഹോട്ട് എയർ ഓവനിൽ നടക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻക്രീസിംഗ് ടെമ്പറേച്ചർ ബൈ 10 degrees Celsius ഷോർട്ടൻസ് ദ സ്റ്റെറിലൈസിംഗ് ടൈം ബൈ ഡാഷ് പെർസെൻറ്റേജ്. നമ്മൾ നേരത്തെ കണ്ടു ഡിഫറെൻറ്റ് ഹോൾഡിംഗ് ടെമ്പറേച്ചേഴ്സ് വ്യത്യാസം വരുന്നതായിട്ട് നമ്മളുടെ ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച്. സോ അത് 10 degree കൂട്ടിക്കഴിഞ്ഞാൽ എത്ര പെർസെൻറ്റേജ് ആണ് സ്റ്റെറിലൈസിങ് ടൈം കുറയാന്നാണ് ചോദിച്ചിരിക്കുന്നത്. 50% കുറയും. ഓക്കെ, സോ ഇൻക്രീസിങ് ടെമ്പറേച്ചർ ബൈ 10 degrees Celsius ഷോർട്ടൻ ദ സ്റ്റെറിലൈസിങ് ടൈം ബൈ 50%. Next question. The hot air oven must not be opened until the temperature inside has fallen below dash to prevent breakage of glasswares. So 60 degrees Celsius. അതായത് 160 degree Celsiusലാണ് അത് നമ്മൾ കീപ്പ് ചെയ്യുക നോർമലി.
എന്നിട്ട് അതിൽ നിന്ന് അത് ഓഫായി കഴിഞ്ഞാൽ, നമ്മൾ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ, സ്റ്റെറിലൈസേഷൻ നടന്നു, നമ്മൾ ഹോട്ട് എയർ ഓവൻ സ്വിച്ച് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ അത് 60 ഡിഗ്രി സെൽഷ്യസ് എത്തുന്നവരെ നമ്മളത് ഓപ്പൺ ചെയ്യാൻ പാടില്ല. അടുത്ത ചോദ്യം, കെമിക്കൽ സ്റ്റെറിലൈസേഷൻ കൺട്രോൾ ടു ചെക്ക് ദ എഫിഷ്യൻസി ഓഫ് സ്റ്റെറിലൈസേഷൻ പ്രോസസ് ഫോർ ഹോട്ട് എയർ ഓവൻ ഡാഷ്. അതായത് ഇവിടെ ചോദിച്ചിരിക്കുന്നത് നമ്മുടെ എഫിഷ്യൻസി ചെക്ക് ചെയ്യാൻ വേണ്ടി, ഹോട്ട് എയർ ഓവൻ്റെ എഫിഷ്യൻസി ചെക്ക് ചെയ്യാനുള്ള കെമിക്കൽ സ്റ്റെറിലൈസേഷൻ കൺട്രോൾ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് ആൻസർ ഈസ് ബ്രൗണി ട്യൂബ് നമ്പർ 3 ആണ്. ബ്രൗണി ട്യൂബ് നമ്പർ 3 ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു ഇമേജ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമുക്ക് കാണാൻ പറ്റും, അത് റെഡ് കളറിലാണുള്ളത്. അത് പ്രോപ്പർ സ്റ്റെറിലൈസേഷൻ നടന്നു കഴിഞ്ഞാൽ അത് റെഡിൽ നിന്ന് ഗ്രീൻ ആയിട്ട് കൺവേർട്ട് ആവും. ഓക്കെ, സോ ഈ ട്യൂബ് ബ്രൗണി ട്യൂബ് നമ്പർ 3 എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ, കെമിക്കൽ സ്റ്റെറിലൈസേഷൻ കൺട്രോൾ used to check the efficiency of sterilization process for hot air oven is Brownie tube number 3. അതുപോലെ തന്നെ നമ്മൾ ഓട്ടോക്ലേവിനും യൂസ് ചെയ്യുന്നുണ്ട്. സോ ഈ നമ്പർ ഓർമ്മിച്ച് വയ്ക്കുക. നമ്പർ 3 ആണ് നമ്മൾ ഹോട്ട് എയർ ഓവനിന് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ബയോളജിക്കൽ സ്റ്റെറിലൈസേഷൻ കൺട്രോൾ ടു ചെക്ക് ദ എഫിഷ്യൻസി ഓഫ് സ്റ്റെറിലൈസേഷൻ പ്രോസസ് ഫോർ ഹോട്ട് എയർ ഓവൻ. ഇപ്പോൾ ചോദിച്ചിരിക്കുന്ന ബയോളജിക്കൽ സ്റ്റെറിലൈസേഷൻ കൺട്രോൾ ഏതാണെന്നാണ്. അത് 10⁶ സ്പോർസ് ഓഫ് ബാസിലസ് സബ്റ്റിലിസ്, വേരിയൻ നൈഗർ ഓർ ക്ലോസ്ട്രീഡിയൻ ടെറ്റനി ആണ് നമ്മൾ നോർമലായിട്ട് യൂസ് ചെയ്യുന്നത്. സ്പോർസ്, ഓക്കെ, 10⁶ സ്പോർസ് ഓഫ് ബാസിലസ് സബ്റ്റിലിസ് അല്ലെങ്കിൽ ക്ലോസ്ട്രീഡിയൻ ടെറ്റനി on paper strips are placed inside the envelopes and then placed inside the hot air oven. Upon completion of sterilization cycle, the strips are removed and inoculated into thioglycolate broth or cooked meat medium and incubated at 37 degrees Celsius for 3 to 5 days. Proper sterilization should kill the spores and there should not be any growth. Next question, dash is the only method of sterilizing oils and powders. ഏത് മെത്തേഡാണ്? hot air oven. Hot air oven is the only method of sterilizing oils and powders. നമ്മൾ ഓട്ടോക്ലേവ് ഒന്നും യൂസ് ചെയ്യുന്നില്ല. hot air oven ആണ് is the only method of sterilizing oils and powders. Next question, which among the following are the methods included in moist heat at temperature below 100 degrees Celsius? ഇപ്പോൾ ടെമ്പറേച്ചർ ബിലോ 100 ഡിഗ്രി സെൽഷ്യസിൻ്റെ മോയിസ്റ്റ് ഹീറ്റ് മെത്തേഡ്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. പാസ്ചറൈസേഷൻ, വാക്സിൻ ബാത്ത്, സിറം ബാത്ത്, ഇൻസ്പിസേഷൻ. ഇതിൽ ഏത് മെത്തേഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്? ഈ 4 മെത്തേഡും ടെമ്പറേച്ചർ ബിലോ 100 ഡിഗ്രി സെൽഷ്യസ് മോയിസ്റ്റ് ഹീറ്റ് യൂസ് ചെയ്തിട്ടുള്ള മെത്തേഡ്സ് ആണ്. ഓക്കെ, പാസ്ചറൈസേഷൻ, വാക്സിൻ ബാത്ത്, സിറം ബാത്ത്, ഇൻസ്പിസേഷൻ. Next question, Holder method and flash method are the 2 methods of dash. Pasteurization ആണോ, വാക്സിൻ ബാത്ത് ആണോ, സിറം ബാത്ത് ആണോ, ഇൻസ്പിസേഷൻ ആണോ? ഹോൾഡർ മെത്തേഡും ഫ്ലാഷ് മെത്തേഡും. ആൻസർ ഈസ് പാസ്ചറൈസേഷൻ. ഹോൾഡർ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹീറ്റഡ് അറ്റ് 63 ഡിഗ്രി സെൽഷ്യസ് ഫോർ 30 minutes ആൻഡ് ഫ്ലാഷ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഹീറ്റഡ് അറ്റ് 72 ഡിഗ്രി സെൽഷ്യസ് ഫോർ 15 seconds ആർ ദ 2 methods of pasteurization. ഇത് കഴിഞ്ഞിട്ട് ഈ ഹോൾഡർ മെത്തേഡ് അല്ലെങ്കിൽ ഫ്ലാഷ് മെത്തേഡ് കഴിഞ്ഞിട്ട് ഉടനെ ഫോളോഡ് ബൈ ക്വിക്ക്ലി കൂളിംഗ് ടു 13 ഡിഗ്രി സെൽഷ്യസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അൾട്രാ ഹൈ ടെമ്പറേച്ചർ പാസ്ചറൈസേഷൻ ടെമ്പറേച്ചർ ആൻഡ് ഹോൾഡിംഗ് ടൈം എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണെന്നാണ് ചോദിച്ചത്. സോ ദ ആൻസർ ഈസ് 140 ഡിഗ്രി സെൽഷ്യസ് ഫോർ 1.5 സെക്കൻഡ് ഓർ 149 ഡിഗ്രി സെൽഷ്യസ് ഫോർ 0.5 സെക്കൻഡ്. സോ ഇത്രയും ഹൈ ടെമ്പറേച്ചറിൽ 1 or 2 seconds മാത്രമേ നമ്മൾ മാക്സിമം കീപ്പ് ചെയ്യുന്നുള്ളൂ അൾട്രാ ഹൈ ടെമ്പറേച്ചർ പാസ്ചറൈസേഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the contaminating bacteria in a vaccine preparation can be inactivated by heating in a water bath at dash 60 degree Celsius for 1 hour. അതാണ് വാക്സിൻ ബാത്ത് എന്നറിയപ്പെടുന്നത്. ഓക്കെ, the contaminating bacteria in a vaccine preparation can be inactivated by heating in a water bath at 60 degree Celsius for 1 hour. Next question, the contaminating bacteria in a serum preparation can be inactivated by heating in a water bath at dash degree Celsius on several successive days. So 56 degree Celsius ആണ് നമ്മൾ കീപ്പ് ചെയ്യുന്നത്. ഫോർ 1 hour ആണ് കീപ്പ് ചെയ്യുന്നത്. അത് അറിയപ്പെടുന്നത് സിറം ബാത്ത് എന്നാണ്. ഓക്കെ, സിറം ബാത്തിൽ അപ്പോൾ എന്താണ്? The contaminating bacteria in a serum preparation can be inactivated by heating in a water bath at 56 degree Celsius for 1 hour on several successive days. Next question, dash is a technique to solidify as well as disinfectant
egg and serum containing media. Inspissator. Inspissator is a technique to solidify as well as disinfectant egg and serum containing media. The media heated at 80 to 85 degrees Celsius for 30 minutes on 3 successive days. Next question. Arnold's and Koch's steamers and autoclave with discharge tap open can be used for dash kind of sterilization. Steam at 100 degrees Celsius. അതിൻ്റെ അകത്ത് ഓപ്ഷൻ ചിലപ്പോൾ സ്റ്റീം ബിലോ 100 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കാം, സ്റ്റീം എബവ് എന്നായിരിക്കാം, അല്ലെങ്കിൽ സ്റ്റീം അറ്റ് എന്നായിരിക്കാം. അപ്പോൾ ഈ 3 ഓപ്ഷൻസ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ കറക്റ്റായിട്ട് ചൂസ് ചെയ്യുക. സ്റ്റീം അറ്റ് 100 ഡിഗ്രി സെൽഷ്യസിൻ്റെ എക്സാമ്പിൾസ് ഏതൊക്കെയാണ്? അർണോൾഡ്സ് ആൻഡ് കോച്ച് സ്റ്റീമേഴ്സ്, അതുപോലെ തന്നെ ഓട്ടോക്ലേവ് വിത്ത് ഡിസ്ചാർജ് ടാപ്പ് ഓപ്പൺ. Next question. TCBS, DCA, salinate broth medium are sterilized by dash. Autoclaving ആണോ, steam at 100 degree Celsius ആണോ, boiling ആണോ, filtration ആണോ? Steam at 100 degree Celsius. Sugar and gelatin in TCBS, DCA and salinate broth medium may get decomposed on autoclaving. They are exposed to free steaming for 20 minutes for 3 successive days termed tindelization. ഇപ്പോൾ ടിൻഡലൈസേഷൻ എന്നുള്ള പ്രോസസ്സ് വഴിയാണ് ഈ മീഡിയ നമ്മൾ സ്റ്റെറിലൈസ് ചെയ്യുന്നത്. കാരണം അതിലെ ഷുഗറും ജെലാറ്റിനും ഓട്ടോക്ലേവിങ്ങിൽ ഡീകമ്പോസ് ആയി പോകും. സോ സ്റ്റീം അറ്റ് 100 ഡിഗ്രി സെൽഷ്യസ് ആണ്. ടിൻഡലൈസേഷൻ ആണ് നമ്മൾ നോർമലി ചൂസ് ചെയ്യുന്നത്. ഈ ടിൻഡലൈസേഷൻ്റെ അതർ ടേംസ് ആണ് ഫ്രാക്ഷണൽ സ്റ്റെറിലൈസേഷൻ ഓർ ഇന്റർമീഡിയറ്റ് സ്റ്റെറിലൈസേഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ടെമ്പറേച്ചർ ആൻഡ് ഹോൾഡിംഗ് ടൈം ഫോർ ഓട്ടോക്ലേവ് ഈസ് ഡാഷ്. ദ ആൻസർ ഈസ് 121 degrees Celsius for 15 minutes at 15 lbs pressure. ഇനി അതിൻ്റെ അകത്തൊരു കാര്യം പറഞ്ഞിരിക്കുന്നത് പ്രിയോൺസ് ഉണ്ടല്ലോ, അത് കോസ് ചെയ്യുന്ന സ്പോഞ്ചിഫോം എൻസെഫലോപ്പതീസ് എന്നാണ്. സോ അങ്ങനത്തെ ഇൻഫെക്റ്റീവ് ഏജൻസ് ഒക്കെ കില്ല് ചെയ്യാൻ വേണ്ടി നമ്മൾ കുറച്ചുകൂടെ ഹയർ ടെമ്പറേച്ചർ അല്ലെങ്കിൽ ഹയർ ഹോൾഡിംഗ് ടൈം നമ്മൾ യൂസ് ചെയ്യും. അത് 135 ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ 121 ഡിഗ്രി സെൽഷ്യസ് ഫോർ അറ്റ്ലീസ്റ്റ് 1 hour നമ്മൾ യൂസ് ചെയ്യണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The 3 physical method of sterilization control for autoclave are dash. ഓട്ടോക്ലേവിൻ്റെ 3 physical method of sterilization control ആണ് ചോദിച്ചിരിക്കുന്നത്. Automatic process control, thermocouple, temperature chart recorder, all of them. ഈ 3 എണ്ണാണ് എന്ത് ഫിസിക്കൽ മെത്തേഡ് സ്റ്റെറിലൈസേഷൻ കൺട്രോൾ. അതായത് ഓട്ടോക്ലേവ് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്ന ഫിസിക്കൽ മെത്തേഡ്സ് ആണ് ഓട്ടോമാറ്റിക് പ്രോസസ് കൺട്രോൾ, തെർമോകപ്പിൾ, അതുപോലെ ടെമ്പറേച്ചർ ചാർട്ട് റെക്കോർഡർ. Next, the 3 chemical methods of sterilization control for autoclave include dash. Brownie tube number 1, succinic acid, Bowie, Dick tape, all of them. Answer, all of them. അതായത് ഈ കെമിക്കൽ മെത്തേഡ്സ് എന്തിന് സ്റ്റെറിലൈസേഷൻ കൺട്രോൾ, ഓട്ടോക്ലേവിൻ്റെ സ്റ്റെറിലൈസേഷൻ കൺട്രോൾ മീൻസ് കറക്റ്റായിട്ട് അത് വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യാനുള്ള കെമിക്കൽ മെത്തേഡ്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. അത് ഏതൊക്കെയാണ്? ബ്രൗണി ട്യൂബ് നമ്പർ 1, അത് ബ്ലാക്ക് സ്പോട്ടാണ് ആവുക. സക്സിനിക് ആസിഡ്, അതായത് സക്സിനിക് ആസിഡിൻ്റെ മെൽറ്റിംഗ് പോയിന്റ് 121 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഓക്കെ. പിന്നെ ബോയി ഡിക് ടേപ്പ് എന്ന് പറയുന്ന ഒരു ടേപ്പ്, അതും യൂസ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ 3 തരത്തിലുള്ള കെമിക്കൽ മെത്തേഡ്സ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ബയോളജിക്കൽ മെത്തേഡ് ഓഫ് സ്റ്റെറിലൈസേഷൻ കൺട്രോൾ ഫോർ ഓട്ടോക്ലേവ് ഇൻക്ലൂഡ് ഡാഷ്. ഇപ്പോൾ ചോദിച്ചിരിക്കുന്ന ബയോളജിക്കൽ മെത്തേഡാണ്. ഇറ്റ് ഈസ് പേപ്പർ സ്ട്രിപ്പ് കണ്ടെയ്നിങ് 10⁶ spores of Geobacillus stereothermophilus. ഫോർമർലി ബാസിലസ് സ്റ്റീറോതെർമോഫിലസ് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഇപ്പോൾ പേപ്പർ സ്ട്രിപ്പ് കണ്ടെയ്നിങ് 10⁶ spores of Geobacillus stereothermophilus ആണ് ബയോളജിക്കൽ മെത്തേഡ് ഓഫ് സ്റ്റെറിലൈസേഷൻ കൺട്രോൾ ഫോർ ഓട്ടോക്ലേവ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഡാഷ് is termed cold sterilization. Radiation. Radiation is termed cold sterilization. Non-ionizing rays are low energy rays with poor penetrating power. Ionizing rays are high energy rays with good penetrating power. Next question. Which of the following are non-ionizing radiation? Infrared, UV rays, X-rays, gamma rays. ഇതിൽ ഇൻഫ്രാറെഡും UV റേസും ആണ് non-ionizing radiation. Next question. UV radiation with a wavelength of dash has bactericidal capacity. 240 nanometer to 280 nanometer. UV radiation with a wavelength of 240 nanometer to 280 nanometer has bactericidal capacity. Next question. Chemicals like peracetic acid 0.2%,
glutaraldehyde 2.4%, orthophthalaldehyde 0.55%, and hydrogen peroxide 7.5% used for longer duration 3 to 12 hours are dash. Answer is chemical sterilant. So chemical sterilant examples are peracetic acid 0.2%, glutaraldehyde 2.4%, orthophthalaldehyde 0.55%, hydrogen peroxide 7.5%. അതിൻ്റെ ഏറ്റവും മെയിൻ ഇമ്പോർട്ടൻറ്റ് കാര്യം യൂസ്ഡ് ഫോർ ലോങ്ങർ ഡ്യൂറേഷൻ ആണ്. അതിൻ്റെ ഡ്യൂറേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 3 to 12 hours വരെ ഇത് ഇത്രയും കെമിക്കൽസ് ഇത്രയും പെർസെൻറ്റേജ് ഉള്ള കെമിക്കൽസ് കീപ്പ് ചെയ്ത് കഴിഞ്ഞാലാണ് കെമിക്കൽ സ്റ്റെറിലൻ്റ് ആയിട്ട് ആക്ട് ചെയ്യുക. Next question. Technically in sterilization, there is a reduction of dash colony forming unit of the most resistance force achieved at a half time of a regular cycle. Greater than or equal to 10 raised to 6. 10 raised to 6 reduction of 10 raised to 6 colony forming unit എങ്കിലും സ്റ്റെറിലൈസേഷനിൽ നടന്നിരിക്കണം. ഇനി ഇൻ ഡിസിൻഫെക്ഷൻ്റെ ഇനി നെക്സ്റ്റ് ചോദിച്ചിരിക്കുന്നത് ഡിസിൻഫെക്ഷനിലാണ്. There is a reduction of dash colony forming unit of most microorganisms without spores should be achieved. എത്രയാണ്? Greater than or equal to 10 raised to 3. 10 raised to 3 colony forming unitൻ്റെ റിഡക്ഷൻ നടന്നിരിക്കണം microorganism without spores in disinfection. Next question. Chemicals like glutaraldehyde 2%, OPA 0.55%, hydrogen peroxide 7.5%, hypochlorite 650 to 675 ppm and hypochlorous acid 400 to 450 ppm used for shorter duration and able to kill 10 raised to 6 ആണ് കേട്ടോ. 10 raised to 6 log microorganism except spores are classified as dash. ഇത് ഹൈ ലെവൽ ഡിസിൻഫെക്റ്റൻ്റ് ആണ്. ഹൈ ലെവൽ ഡിസിൻഫെക്റ്റൻ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇത്രയും കെമിക്കൽസ് ഗ്ലൂട്ടറാൽഡിഹൈഡ് 2%, OPA 0.55%, ഹൈഡ്രജൻ പെറോക്സൈഡ് 7.5%, ഹൈപ്പോക്ലോറൈറ്റ് അതുപോലെ ഹൈപ്പോക്ലോറസ് ആസിഡ് ഒക്കെ എങ്ങനെയാണ് ഷോർട്ട് ഡ്യൂറേഷൻ പീരീഡിലാണ് നമ്മൾ കീപ്പ് ചെയ്യേണ്ടത്. ഓക്കെ, ആൻഡ് ഏബിൾ ടു കിൽ 10 raised to 6 log മൈക്രോ ഓർഗാനിസം ആണ് എക്സെപ്റ്റ് സ്പോർസ്. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള ഉത്തരമാണ് ഹൈ ലെവൽ ഡിസിൻഫെക്റ്റൻ്റ്. Next question. The disinfectant act against Mycobacterium tuberculosis and are mainly used for non-critical items contaminated with blood or body fluids are dash. Intermediate level disinfectant. അതിൽ Mycobacterium tuberculosis kill ചെയ്യാൻ കഴിയും. Intermediate level disinfectant. Okay. Next question. Chemicals like 3% hydrogen peroxide, quaternary ammonium compounds, diluted glutaraldehyde, phenolics, etc. which used to remove the vegetative form of bacteria, few fungi and some enveloped viruses from the non-critical items are dash. They are low-level disinfectant. Dash is a process of removal of pathogenic microorganisms from objects so that they are safe to handle. That is decontamination. Decontamination is a process of removal of pathogenic microorganisms from objects so that they are safe to handle. Next question. Technically, if a process achieves a minimum reduction of 1 log CFU, that is the colony forming unit of microorganism, it is called dash. It is called cleaning. So, sterilization എത്രയായിരുന്നു? 10 raised to 6 ആണ്. Disinfection 10 raised to 3 ആണ്. Cleaning 1 ആണ്. Next question. Dash is a process of removal of germs from the skin. It is antisepsis. Next question. Dash is used to evaluate the sterilization process by gamma radiation. ഇപ്പോൾ ഗാമ റേഡിയേഷൻ്റെ സ്റ്റെറിലൈസേഷൻ കൺട്രോൾ ആണ് ചോദിച്ചിരിക്കുന്നത്. ഇറ്റ് ഈസ് ദ ബാക്ടീരിയ ബാസിലസ് പ്യൂമിലിസ് E601 സ്ട്രെയിൻ ആണ് നമ്മൾ യൂസ് ചെയ്തിരുന്നത് ഗാമ റേഡിയേഷൻ്റെ സ്റ്റെറിലൈസേഷൻ കൺട്രോൾ ആയിട്ട്. Next question. Membrane filters with pore size between dash are commonly used to remove particles from solutions that cannot be autoclaved. ഏതാണ് പോർ സൈസ്? 0.2 to 0.45 മൈക്രോമീറ്റർ പോർ സൈസ് ഉള്ളതാണ് നമ്മൾ നോർമലി യൂസ് ചെയ്യുന്നത്. ഓട്ടോക്ലേവ് ചെയ്യാൻ കഴിയാത്ത സൊല്യൂഷൻ നമ്മൾ സ്റ്റെറിലൈസ് ചെയ്യുന്നത് 0.2 to 0.45 മൈക്രോമീറ്റർ പോർ സൈസ് ഉള്ള മെംബ്രെയിൻ ഫിൽറ്റേഴ്സ് വെച്ചിട്ടാണ്. What are the different types of filters used for sterilizing heat labile liquids? So നമ്മൾ 4 തരത്തിലുള്ള ഫിൽറ്റേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഒന്നാമത്തത് earthenware filters. That is made up of diatomaceous earth or porcelain.
രണ്ടാമത്തത് asbestos filters made from chrysotile type of asbestos which is composed of magnesium silicate. മൂന്നാമത്തത് sintered glass filters made from finely ground glass. നാലാമത്തെ ടൈപ്പ് membrane filters made from polymeric materials such as cellulose nitrate, cellulose diacetate, polycarbonate and polyester. ഇതൊക്കെയാണ് 4 തരത്തിലുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫിൽറ്റേഴ്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പാസ്റ്റർ ചേംബർലാൻഡ് ഫിൽറ്റർ, ബർഗ്ഫെൽഡ് ഫിൽറ്റർ, മാൻലർ ഫിൽറ്റർ ആർ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ഡാഷ് ഫിൽറ്റർ. എർത്തൻവെയർ ഫിൽറ്റേഴ്സിന് എർത്തൻവെയർ ഫിൽറ്റേഴ്സിൻ്റെ എക്സാമ്പിൾസ് എന്തൊക്കെയാണ്? അപ്പോൾ പാസ്റ്റർ ചേംബർലാൻഡ് ഫിൽറ്റർ, ബർഗ്ഫെൽഡ് ഫിൽറ്റർ, മാൻലർ ഫിൽറ്റർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, HPPYR for removal of pyrogens, HPEKS for absolute sterility, HPEK for clarifying are the different filter grades of dash. ഇതൊക്കെ ഏത് ഫിൽറ്ററിന്റെ ഗ്രേഡ് ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ആസ്ബെസ്റ്റോസ് ഫിൽറ്റേഴ്സ്. ആസ്ബെസ്റ്റോസ് ഫിൽറ്ററിന്റെ ഗ്രേഡ് ഏതൊക്കെയാണ്? HPPYR, HPEKS, HPEK. അത് ഓരോന്നും എന്തിനു വേണ്ടിയിട്ടുള്ളതാണെന്ന് ജസ്റ്റ് നോക്കി വയ്ക്കുക. ഇവിടെ കെമിക്കൽ ഡിസിൻഫെക്റ്റൻസിൻ്റെ ക്ലാസിഫിക്കേഷനാണ് പറഞ്ഞിരിക്കുന്നത് ബേസ്ഡ് ഓൺ മെക്കാനിസം ഓഫ് ആക്ഷൻ. ഓക്കെ, ചില കെമിക്കൽ ഡിസിൻഫെക്റ്റൻസ് മെംബ്രെയിനിൽ ആക്ട് ചെയ്യുന്നുണ്ട്. അതിന് എക്സാമ്പിൾസ് ഏതൊക്കെയാണ്? ആൽക്കഹോളും ഡിറ്റർജൻസും. അതുപോലെ തന്നെ ചിലത് സെല്ലുലാർ പ്രോട്ടീൻസിൻ്റെ ഡീനാച്ചുറേഷൻ കോസ് ചെയ്യുന്നുണ്ട്. എക്സാമ്പിൾസ് ആൽക്കഹോൾ, ഫീനോൾസ്. ചിലത് ഓക്സിഡേഷൻ ഓഫ് സൾഹൈഡ്രൽ ഗ്രൂപ്പ്സ് ഓഫ് എൻസൈംസ് കോസ് ചെയ്യുന്നുണ്ട്. എക്സാമ്പിൾസ് ഹൈഡ്രജൻ പെറോക്സൈഡ് ആൻഡ് ഹാലോജൻസ്. അതുപോലെ ആൽക്കലേഷൻ ഓഫ് അമിനോ, കാർബോക്സിൽ, ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് കോസ് ചെയ്യുന്ന ഏതൊക്കെ കെമിക്കൽ ഡിസിൻഫെക്റ്റൻസ് ആണ്? എത്തിലീൻ ഓക്സൈഡ്, ഫോമാൽഡിഹൈഡും. അതുപോലെ ചില കെമിക്കൽസ് എന്ത് ചെയ്യുന്നുണ്ട്? ഡാമേജ്ഡ് ന്യൂക്ലിക് ആസിഡ്സ് ഡാമേജ് ചെയ്യുന്നുണ്ട്. ഏതൊക്കെയാണ് എക്സാമ്പിൾസ്? എത്തിലീൻ ഓക്സൈഡും ഫോമാൽഡിഹൈഡും. ജസ്റ്റ് നോക്കി വയ്ക്കുക. Next question, a dash percentage aqueous solution is more effective at killing microbes than absolute alcohol. 60% ആണോ? 70, 80, 75? ഇറ്റ് ഈസ് 70% ആൽക്കഹോൾ ആണ് നമ്മൾ നോർമലി യൂസ് ചെയ്യുക. നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും അബ്സല്യൂട്ട് ആൽക്കഹോളിനേക്കാളും കൂടുതൽ എഫക്റ്റീവ് 70% ആൽക്കഹോൾ ആണ്. A dash percentage formaldehyde is used for surface disinfection and fumigation of rooms, chambers, operation theatres, biological safety cabinets, wards, sick rooms. 20 ആണോ 30 ആണോ 40 ആണോ 50 ആണോ ചോദിച്ചിരിക്കുന്നത്? It is answer is 40%. 40% of formaldehyde is used for surface disinfection and fumigation of rooms. Next question, the commercial name of chloroxylenol is dash. Lysol, Cresol, Phenol, Dettol. It is Dettol. So commercial name of chloroxylenol is Dettol. Next question, Joseph Lister used dash to prevent infection of surgical wounds. Ethanol, phenol, glutaraldehyde, formaldehyde. Joseph Lister used phenol to prevent infection of surgical wounds. Tincture of iodine എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഡാഷ് പെർസെൻറ്റേജ് ഓഫ് അയഡിൻ, ഡാഷ് പെർസെൻറ്റേജ് ഓഫ് ആൽക്കഹോൾ. ഇറ്റ് ഈസ് എൻ ആൻറ്റിസെപ്റ്റിക് അല്ലേ? നമുക്കറിയാം ടിഞ്ചർ ഓഫ് അയഡിൻ എന്ന് പറഞ്ഞാൽ ഒരു ആൻറ്റിസെപ്റ്റിക് ആണ്. അതിൽ അയഡിൻ്റെ കോൺസെൻട്രേഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. 5% ആണോ, 3% ആണോ, 2% ആണോ, 1% ആണോ ചോദിച്ചിരിക്കുന്നത്. ടിഞ്ചർ ഓഫ് അയഡിൻ എന്ന് പറഞ്ഞാൽ എത്ര പെർസെൻറ്റേജ് ആണ്? 2% ഓഫ് അയഡിൻ ഇൻ 70% ഓഫ് ആൽക്കഹോൾ. 2% ഓഫ് അയഡിൻ ഇൻ 70% ഓഫ് ആൽക്കഹോൾ ആണ് ടിഞ്ചർ ഓഫ് അയഡിൻ. ഇനി ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഐഡന്റിഫൈ ദ കെമിക്കൽ. ഇതിൽ കുറച്ച് ഫീച്ചേഴ്സ് കൊടുത്തിരിക്കുന്നത് ഏത് കെമിക്കലാണെന്ന് ഐഡന്റിഫൈ ചെയ്യണം. ഇറ്റ് ഈസ് ഹൈലി എഫക്റ്റീവ് കെമിസ്റ്റെറിലന്റ്, കേപ്പബിൾ ഓഫ് കില്ലിംഗ് സ്പോർസ് റാപ്പിഡ്ലി, ഇറ്റ് ഈസ് ഹൈലി ഫ്ലേമബിൾ ആൻഡ് ഈസ് എ ആൽക്കലൈറ്റിംഗ് ഏജന്റ് ആൻഡ് ഹാസ് എ സ്വീറ്റ് എഥേണൽ ഓർഡർ. ഹൈഡ്രജൻ പെറോക്സൈഡ് ആണോ, സർഫസ് ആക്റ്റീവ് ഏജൻസ് ആണോ, ഹൈപ്പോക്ലോറൈറ്റ് ആണോ, എത്തിലീൻ ഓക്സൈഡ് ആണോ? ആൻസർ ഈസ് എത്തിലീൻ ഓക്സൈഡ്. ഇനി ഇതിൽ പറഞ്ഞിരിക്കുന്നത് ഈ ഡിസിൻഫെക്റ്റൻസിൻ്റെ ടെസ്റ്റിങ്ങിന് വേണ്ടി, അതായത് അത് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള ടെസ്റ്റ് ചെയ്യാനുള്ള കുറച്ച് മെത്തേഡ്സ് ആണ്. കോച്ച് മെത്തേഡ്സ്, റിഡൽ വാക്കർ മെത്തേഡ്, ചിക്ക് മാർട്ടിൻ ടെസ്റ്റ്, കപ്പാസിറ്റി യൂസ്ഡ് ഡൈല്യൂഷൻ ടെസ്റ്റ് അല്ലെങ്കിൽ കെൽസി സൈക്സ് ടെസ്റ്റ്, ഇൻ യൂസ് ടെസ്റ്റ്. ഇതൊക്കെയാണ് ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഫോർ ടെസ്റ്റിംഗ് ഡിസിൻഫെക്റ്റൻസ്. ഓക്കെ, ഇനി ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക് കലോറിമെട്രിയും സ്പെക്ട്രോഫോട്ടോമെട്രിയാണ്. അത് നെക്സ്റ്റ് വേറൊരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അധികം എവിടെയും ഡിസ്കസ് ചെയ്യാത്ത കുറച്ച് പോയിന്റ്സ് ആണ്
ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു.